പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങളും നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിക്സ് ചെയ്തവർ, തിരിച്ചു വരാൻ പോകുന്നവർ, നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. ആശുപത്രി കിടക്കുന്ന രോഗം ഇതുവരെ പിടികിട്ടാത്തവർ, പലതരത്തിലുള്ള നീണ്ട ഐസിയുവിലും നീണ്ട ദിവസങ്ങൾ താമസിക്കുന്നവർ, സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവരും വന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവ് ആശീർവദിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങൾ പെട്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ ഇപ്പോൾ ഇവിടെ ഞാൻ 2010 വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയി. ജോർദാനിൽ ഇറങ്ങി ജോർദാൻ്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രയേലിൻ്റെ അതിർത്തിയിലേക്ക് പോകാനുള്ള യാത്രയാണ്. അപ്പോൾ മൊവാബ് മലയുടെ മുകളിൽ വന്ന് അപ്പോൾ മൊവാബ് മലയുടെ താഴ്വരകളിൽ ആണ് മോസസിനെ അടക്കിയിരിക്കുന്നത്. എവിടെയാണെന്ന് അടക്കിയിരിക്കണമെന്ന് അറിയത്തില്ല. താഴ്വരയിൽ എവിടെയാണ് ഇന്നും കണ്ടുപിടിച്ചിട്ടില്ല മോസസിൻ്റെ ശവകുടീരം. അപ്പോൾ അവിടെ പക്ഷേ ഈ മൊവാബിൻ്റെ മലയിൽ, ആ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ പടിഞ്ഞോട്ട് നോക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ വാഗ്ദാന നാട് കാണാം നമുക്ക്.
മോശസ് അവിടെ നിന്നാണ് വാഗ്ദാന നാട് കണ്ടത്. അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്ത് വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കാൻ ഒത്തില്ല. പക്ഷെ അവിടെ വെച്ച് ആ മോവാബിൻ്റെ ആ മരുഭൂമി പ്രദേശത്ത് വെച്ച് ഒത്തിരി പേര് ഈ ആത്മീയ സർപ്പങ്ങൾ കൊത്തി. അതെല്ലാം മോഹാലസ്യപ്പെട്ടു. കുറേ പേര് മരിച്ചു, കുറേ പേര് മോഹാലസ്യപ്പെട്ടു. ഈ മോഹാലസ്യപ്പെട്ടവരെല്ലാം മോശസ് കണ്ണീരോടെ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞു, ആത്മീയ സർപ്പങ്ങൾ, മരുഭൂമിയിലെ തീപ്പാമ്പ് എന്ന് പറയണത് നമുക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അണലിയാണ് സാധനം. അതിങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ മാനുവൽ പ്ലാന്റൊക്കെ കാണാം. അതിങ്ങനെ ഉടൽ കൊണ്ട് ഇങ്ങനെ വിറപ്പിച്ച് അത് മണ്ണിൽ പൂണ്ടിരിക്കും. മണ്ണ് വന്നുമ്പോൾ അതിൻ്റെ മൂക്ക് കാണുന്ന മാത്രം ഇതിൻ്റെ മുകളിൽ കാണും. മണ്ണിൻ്റെ നിറമായതുകൊണ്ട് നമ്മൾ കാണത്തില്ല. നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ പ്രാണികൾ, പക്ഷികളൊക്കെ ചെല്ലുമ്പോൾ പിടിച്ച് തിന്നും. മനുഷ്യരാണെങ്കിൽ അതിനെ കൊത്തും. ആത്മീയ സർപ്പങ്ങളിങ്ങനെ ഇവരെല്ലാം കൊത്തി. അപ്പം നേരത്തെയും ഈ ആത്മീയ സർപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ കൊത്തിയിട്ടില്ലായിരുന്നു. ഇവർ ദൈവത്തിനെതിരെ പിറുപിറുത്ത ആൾക്കാരെയാണ് കൊത്തിയത്. കുറേ പേര് മരിച്ചുപോയി, കുറേ പേര് മോഹാലസ്യപ്പെട്ട്. മോശസിന് മനസ്സിലായി ഇത് അവസാനം വാഗ്ദാനമായിട്ട് ചെല്ലുമ്പോൾ ആളുണ്ടാകത്തില്ലെന്ന്. മോശസ് സങ്കടത്തോട് ദൈവത്തോട് പറഞ്ഞു, ആത്മീയ സർപ്പം ഒത്തിരി പേര് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ മോശസ് മനസ്സിലായി ഇനി ദൈവക്രോധമാണ് വന്നിരിക്കണത്. പിറുപിറുത്തന്മാരെല്ലാം തട്ട് കിട്ടുമെന്നുള്ള മോശസിന് ഉറപ്പായി. അപ്പോൾ മോശസ് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ എന്നെ നീ കൊന്നേര്, ഈ ജനങ്ങളെ ഇവിടെ മരുഭൂമി നമ്മൾ രക്ഷയുടെ നാട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞല്ല നീ എൻ്റെ നേതാവാക്കിയത്. അവസാനം നിന്നെ ആക്ഷേപിക്കുകയും ചെയ്യണം. ഞാൻ പിന്നെ ജീവിച്ചതിൻ്റെ കാര്യമില്ല എന്നൊക്കെ മോശസ് ദൈവത്തോട് ഇങ്ങനെ ഇൻട്രാക്ട് സംസാരിക്കും. അപ്പോൾ മോശസിനോട് പറയും, നീ ഒരു പണി ചെയ്യും, ഒരു പിത്തള കൊണ്ടൊരു സർപ്പം ഉണ്ടാക്കുക. സർപ്പദംശനമേറ്റ ആൾക്കാർ അതിനെ കാണുമ്പോൾ അതൊരു വടിയിൽ ഉയർത്തി നിർത്തണം. അതിന്മേൽ കണ്ടാൽ സർപ്പദംശനം വന്ന ആൾക്കാർ രക്ഷഭാഗം ഒരു മീഡിയ ഉപയോഗിച്ചതാണ്. ദൈവത്തിന് വേണമെങ്കിൽ സാരമില്ല, ഞാൻ കൽപ്പിക്കുന്നു, ദംശനമേറ്റ ആൾക്കാരെല്ലാം ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജീവിക്കാനേ ഉള്ളൂ. അപ്പോൾ ദൈവം അവിടെ ഒരു ദൃശ്യമായ മനുഷ്യനെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ദൃശ്യമായൊരു അടയാളങ്ങൾ കാണിച്ചു. ഇപ്പം നമ്മൾ കാശുരോഗം ധരിക്കണ ആ ഉദ്ദേശത്തിലാണ്. ഒരു അടയാളമായിട്ടാണ്, വിശ്വാസത്തിൻ്റെ അടയാളം. വിശ്വാസത്തിൻ്റെ പലതരത്തിലുള്ള അടയാളം കൊണ്ടാൽ ഒരു അടയാളമാണിത്. അവിടെ പക്ഷേ ഇത് അതിമനോഹരമായിട്ട് കുരിശേൽ ഈ പാമ്പ് ബ്രാസ് കൊണ്ട്, പിത്തള കൊണ്ട് ഒരു വലിയ പാമ്പ് ഈ കുരിശേൽ ഇങ്ങനെ പൊളഞ്ഞ് മറിഞ്ഞ് കിടക്കണത് അവിടെ ഒരു ഭയങ്കര രൂപമുണ്ട്. നമ്മൾ യൂട്യൂബിൽ അടിച്ചാൽ കാണാൻ പറ്റും. നല്ല രസമാണ്. അതിൻ്റെ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് മോശം മരിക്കുകയും ചെയ്യും, മോശത്തിൻ്റെ ആ താഴ്വരെ അടക്കുകയും ചെയ്യും. പിന്നെ ജോഷുവയാണ് ഇവരെയും കൊണ്ട് പടിഞ്ഞോട്ട് പോണത്. പടിഞ്ഞോട്ട് പോകുമ്പോൾ ജോഷുവ കുറേ എങ്ങനെ ചത്തുകെട്ട് തീർന്നേ. പിറുപിറുത്തവന്മാരെല്ലാം, ദൈവിക പദ്ധതിക്കെതിരെ പിറുപിറുത്തവന്മാരെല്ലാം 40 കൊല്ലമായിട്ട് ഇവർ അതായത് അശുദ്ധ രക്തം ഒഴുകിപ്പോകാൻ ദൈവം എടുത്ത സമയമാണ് 40 കൊല്ലം. അവിശ്വസ്തരായ അശുദ്ധ രക്തം ഉള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് പോകാൻ വേണ്ടിയാണ് 40 കൊല്ലം എടുത്തത്. കാരണം ഇവരുടെ കുഴിമാടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈജിപ്റ്റ് വരെയാണ് കുഴിമാടങ്ങൾ. എബ്രായർ 3:16-17 വചനങ്ങൾ. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മല്ലടിച്ചു. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ? അവരുമായല്ലേ അവർ 40 വത്സരം മല്ലടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബദിച്ചത്? അപ്പോൾ ഈജിപ്റ്റ് മുതൽ ഇസ്രായേൽ വരെ ശൗര്യങ്ങളാണ് അവരുടെ. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവസാനം ഫിൽട്ടർ ചെയ്തിട്ട് ലാസ്റ്റ് ഫിൽട്ടറിങ് വരുന്നുണ്ട്. എന്താ പറയുന്നത്? അത് ജോഷുവയുടെ ഫിൽട്ടറാണ്.
ജോർദാൻ നദി കടന്നു കഴിയുമ്പോഴും വീണ്ടും ഫിൽട്ടറിങ് വരികയാണ്. എന്താ പറയണത്? നമ്മൾ ജോർദാനിലേക്ക് കടക്കാൻ പോവുകയാണ്. വാഗ്ദാന പേടകം ജോർദാൻ കടന്നിക്കരെ എത്തിയിരിക്കുന്നു. ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാന പേടകം 40 വർഷത്തെ യാത്ര, നമ്മുടെ പിതാക്കന്മാർ ആരംഭിച്ച യാത്ര ഇവിടെ പരിസമാപ്തിയാകുകയാണ്. എനിക്ക് നിങ്ങളോട് ലാസ്റ്റായിട്ട് ഒന്നേ പറയാനുള്ളൂ. ദൈവത്തിന് അവിശ്വസ്ത കാണിച്ചവരുടെ കുഴിമാടങ്ങളാണ് അവിടെ നിന്ന് ഇവിടം വരെ ഒരു വഴിക്കല്ല് പോലെ കിടക്കുന്നത്. ഇപ്പോൾ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും നിങ്ങൾക്ക് പിതാക്കന്മാരെ പോലെ മല്ലടിച്ച് നദിക്കക്കരെയുള്ള ദേവന്മാരുടെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തീരുമാനമെടുക്കണം. വാഗ്ദാന നാട്ടിൽ നിങ്ങൾക്ക് സ്പേസ് ഇല്ലെന്ന് പറയും. പക്ഷെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാനിക്കും. അവ ലാസ്റ്റ് ഫിൽട്ടറിങ് ആണത്. കാരണം ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും വിശ്വസ്തോടും മാത്രമേ വാഗ്ദാനം പ്രാപിക്കത്തുള്ളൂ. ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് വെച്ചാൽ ഇന്ന് തന്നെ തീരുമാനിക്കുക. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇതാണ്, അതായത് ലാസ്റ്റ് നിമിഷം വരെ വിശ്വസ്തത വാഗ്ദാനം പാലിക്കുമ്പോൾ വാഗ്ദാനത്തിൽ വിശ്വസ്ത കാണിക്കാത്ത ആൾക്കാരുടെ ശവകുടീരങ്ങളാണ് ഉടമ്പടിയുടെ വഴികളിൽ നില കിടക്കുന്നത്. നിങ്ങൾക്ക് ഉടമ്പടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഉടമ്പടിയിൽ വിശ്വസ്ത പാലിക്കാതിരുന്നവരുടെ നിയോഗങ്ങളുടെ ചത്തുമലർന്നിരിക്കണം നമുക്ക് കാണാം. അറ്റം വരെ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിലും വിശ്വസ്തരാകുക, അല്ലെങ്കിൽ ഉടമ്പടി അവസാനിപ്പിക്കുക. ഇപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വസ്തരാകാൻ വേണ്ടി നമ്മൾ വാഗ്ദാനം എപ്പോഴും പ്രാപിക്കുന്നത് വിശ്വസ്തരുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അത് നമ്മൾ പറയുന്ന ഈ 6 കാര്യം മാത്രമായിരിക്കത്തില്ല. ദൈവത്തിന് മനസ്സിടങ്ങി, ദൈവത്തിന് പ്രിയങ്കരനായി, ദൈവത്തിന് ബലപ്പെട്ടവനായി, ദൈവത്തിന് ബഹുമാനായി ഒരാൾ തോന്നിയാൽ ദൈവം ഓരോ നിമിഷവും നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് തന്നെ തോന്നും, ദൈവം എന്നെ പ്രിയങ്കരൻ, എനിക്ക് ദൈവത്തിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. കാര്യം ഏറ്റവും കാര്യങ്ങൾ ദൈവം ഇടപെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അവിടുന്ന് ഒരു കോള് വന്നു. അവിടുന്ന് പറഞ്ഞു ഒരു ഗ്യാസിൻ്റെയും കൂടി ഒരു കോഴ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കോഴ്സ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ SID കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് വേണമെന്ന് പറഞ്ഞു. ആ കാർഡ് സാധാരണ എല്ലാവർക്കും ഒരു 4 ദിവസം കൊണ്ട് കിട്ടുന്നതാണ്. പക്ഷേ ഇവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊരു 4 മാസം കഴിയാതെ കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ആ കോഴ്സ് എടുക്കുന്നതിന് ഇപ്പോൾ SID ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഇവർ മുംബൈയിൽ പോയി കോഴ്സ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞ് SID നിർബന്ധമാണ്, അതുകൊണ്ട് കോഴ്സ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു.
അതിനുശേഷം അടുത്തൊരു ഡേറ്റ് കൊടുത്തിട്ടായിരുന്നു അവിടുത്തെ സാറ് വിട്ടത്. എന്നിട്ട് സാറിൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഡേറ്റ് ആയപ്പോഴും ഇവന് ആ കാർഡ് കിട്ടിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആ സാറിനെ ഫോൺ വിളിക്കാനായിട്ട് നോക്കിയപ്പോൾ സാറിൻ്റെ നമ്പർ ഹസ്ബൻഡിൻ്റെ ഫോണിലായിരുന്നു. ഹസ്ബൻഡാണെങ്കിൽ ഒരു മീറ്റിങ്ങിനായിട്ട് അന്നത്തെ ദിവസം മുംബൈയിലായിരുന്നു. അപ്പോൾ അത് കാരണം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം എന്തായാലും ഇനി പോകാൻ പറ്റില്ല, ആ സാറിനെ വിളിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ട്രെയിൻ ബുക്ക് ചെയ്തത് വേണ്ട, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കണമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഒന്നുകൂടി ഹസ്ബൻഡിനെ വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫോൺ എന്തോ ആവശ്യത്തിന് വേണ്ടി ഓണാക്കിയായിരുന്നു. അപ്പോൾ ആ നമ്പർ കിട്ടി. പിന്നെ സാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമില്ല, SID കാർഡ് ഇപ്പോൾ അത്യാവശ്യമല്ല, വന്നിട്ട് കോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ പെട്ടെന്ന് പോയി ആ കോഴ്സൊക്കെ ചെയ്തു വന്നു. അതിനുശേഷം പിന്നെയും പോലെ ചെയ്തിട്ട് ഇവന് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെങ്കിലും പിന്നെയും താമസം വരണമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 7-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് ഞാനും മോനും കൂടി വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ 9-ാം തീയതി തന്നെ ഇവനെ വിളിച്ചു. ഈ 17-ാം തീയതി വന്ന് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു. 23-ാം തീയതി അവനിപ്പോൾ ഷിപ്പിലേക്ക് പോകാനായിട്ടുള്ള എല്ലാം റെഡിയായിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ ഒരു വഴിയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ ഡാഡിയുടെ ചേട്ടനുമായിട്ടായിരുന്നു. ഒരു ദിവസം അവർ വന്നിട്ട് പെട്ടെന്നൊരു പ്രശ്നമുണ്ടാക്കി. അതിനുശേഷം എനിക്ക് പെട്ടെന്ന് അങ്ങോട്ടൊരു വല്ലാത്തൊരു വിഷമമൊക്കെ ആയിപ്പോയി. എന്നിട്ട് പിന്നെ എല്ലാത്തിനോടും എനിക്ക് ഭയങ്കര പേടിയാകാൻ തുടങ്ങി. ഇവൻ്റെ ജോലിക്ക് അവർ തടസ്സമായിട്ട് എന്തെങ്കിലും ചെയ്യും എന്നൊരു തോന്നൽ വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ഭയങ്കര പേടിയായിരുന്നു. എന്ത് വന്നാലും ഇങ്ങനെ പേടി വരുന്നു. പേടി വന്നു കഴിയുമ്പോൾ ആകെ തലയെല്ലാം മരവിച്ച് പോകുന്നത് പോലത്തെ ഒരവസ്ഥയും വല്ലാതെ പേടിയും. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ തന്നെ വിചാരിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു, എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നുള്ളൊരു തോന്നലാകാൻ തുടങ്ങി. അത് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് വന്നിട്ട് ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിരുന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഇങ്ങനെ എൻ്റെ തലയെല്ലാം പൊട്ടിപ്പോണ പോലെ തോന്നണം, എനിക്കിതെല്ലാം ഒന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പോൾ അതെല്ലാം എൻ്റെ പൂർണ്ണമായിട്ടും മാറി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുകൂടാതെ എൻ്റെ ഡാഡി ഇങ്ങനെ പള്ളിയിലൊന്നും പോകില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഡാഡി എല്ലാ ദിവസവും പോകുമായിരുന്നു. ഇപ്പോൾ എന്നാലും എല്ലാ സൺഡേയിലും ഡാഡി പള്ളിയിൽ പോകാറുണ്ട്. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഡാഡി റെഡിയായി പള്ളിയിൽ പോകും. കൂടാതെ ഡാഡിക്ക് ഒരു വയറിലൊരു കല്ല്, പിത്തസഞ്ചിയിലൊരു കല്ല് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇരുന്നിരുന്നത്. പക്ഷെ ഞങ്ങൾ രാത്രി എല്ലാ ദിവസവും രാത്രി ഡാഡിക്കും ഞങ്ങളെല്ലാവരും ഉപ്പ് കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ ഡാഡിക്ക് വേദനയൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓപ്പറേഷൻ ഇപ്പോൾ തൽക്കാലം വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എല്ലാം അമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തിരുക്കുമാരനും അമ്മയ്ക്കും 1000 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു. US നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. 2021 ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിന് പ്രത്യേകമായൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ US ആർമി എക്സാമൊക്കെ പാസ്സായിട്ട് 2007 പോകാൻ പറ്റാതെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ പോകണ്ടെന്ന് തന്നെ വെച്ച് തീരുമാനമെടുത്തപ്പോഴാണ് 2018 വീണ്ടും എനിക്ക് എൻ്റെ വിസ പ്രോസസ്സിങ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു വന്നു. അങ്ങനെ അതേ തുടർന്ന് ഞാൻ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 2021 ഇനി ഞാൻ വിസ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് എനിക്ക് വീട്ടിലേക്കൊരു ലെറ്റർ വരുന്നത്. നിങ്ങളിതുവരെ യാതൊന്നും പ്രൊസീഡ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ക്യാൻസൽ ചെയ്തെന്നും പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ദൈവഹിതമല്ലായിരിക്കും, അതുകൊണ്ട് ഇനി പോകണ്ട. അപ്പം ഞാൻ മസ്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി പോകണ്ട, ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്ന് കരുതിയിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, അതല്ല, ദൈവഹിതമല്ലാഞ്ഞിട്ടല്ല, ഇത് തടസ്സമാണ്, നീ കൃപാസനത്തിലെ ഓൺലൈൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അന്ന് കൊറോണ കാലമായ കാരണം നാട്ടിലൊന്നും ഞാൻ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഒക്ടോബർ 1-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. ഒക്ടോബർ 23-ാം തീയതി എനിക്ക് ഒരു മെയിൽ വന്നു. അതിനകത്ത് നവംബർ 23-ന് എൻ്റെ വിസ ഇൻ്റർവ്യൂ ആണെന്നും പറഞ്ഞിട്ട് അതിനകത്ത് വിസ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ ഉടമ്പടി വെക്കുമ്പോൾ ഞാൻ 6 നിയോഗങ്ങൾ എഴുതിയതിൽ ഒന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 മക്കളാണ് ഉള്ളത്. മൂത്ത ആൾക്ക് 21 വയസ്സ് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പേപ്പർ വർക്കിനകത്ത്
അവളുടെ പേരില്ലായിരുന്നു. 21 വയസ്സ് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. ഇളയാളുടെയും എൻ്റെയും പേര് മാത്രമേ വന്നുള്ളൂ. പക്ഷേ എനിക്കൊരു പ്രത്യാശയായിരുന്നു ആ സമയത്ത് ഇൻ്റർവ്യൂ സമയത്ത് അവളെ വിളിക്കുമെന്ന്. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിന്നത്. അതിനുശേഷം 21-ാം തീയതി ഇതുപോലെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള കോൾ വന്നെങ്കിലും നവംബർ 23-ന് ഞങ്ങൾ വിസ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയി. അപ്പോൾ എൻ്റെ മൂത്ത മോള് ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോഴത്തേക്കും അവൾക്ക് 24 വയസ്സായി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞ് ഞങ്ങളെ 2 പേരെ മാത്രമേ കയറ്റിയുള്ളൂ, മൂത്തയാളെ കയറ്റിയില്ല.